ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് മെല്ലെ തുടങ്ങും. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചും കഴിഞ്ഞു. അതേമാതിരി അതിന് ഗുഡ് സർവീസ് ആൻഡ് കണ്ടീഷൻസ്, പിന്നെ എങ്ങനെ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ കോർഡിനേറ്റിംഗ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ബാക്ക് വ്യൂ ആണ്. അതിൽ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത്രയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് എനിക്കും ഇപ്പോൾ ഇതിൽ നേരത്തെ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഞാനും കുറേ കാര്യങ്ങൾ ഇതിന്ന് പഠിച്ചെടുത്തു. അതേമാതിരി നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഗുഡ് ഫെസിലിറ്റിയോടുകൂടി അവരിനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കുക, ഫുഡ് ഡെലിവറി ആണെങ്കിൽ അത് കറക്റ്റായി കൊടുക്കുക. അവർ എക്സ്പെക്റ്റേഷൻ ചെയ്യുന്ന ലെവലിലേക്ക് ആ ഫുഡിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആ ലെവല് അവർക്ക് നഷ്ടമില്ലാത്ത പോലെ നമ്മളും ഹാപ്പി, അവരും ഹാപ്പി ആവുന്ന രീതിയിൽ ഫുഡിൻ്റെ സർവീസ് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ റൂമുകൾ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റി, റെസ്റ്റ് റൂം കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ആ വാങ്ങുന്ന ക്യാഷിനനുസരിച്ചിട്ടുള്ള അതിനേക്കാൾ കുറച്ചും കൂടി അവർ എക്സ്പെക്റ്റേഷൻ ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി ഇതായിട്ടുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള നല്ല അടിപൊളി മോട്ടിവേഷൻ, അതേമാതിരി ഇൻസ്പിറേഷൻ ഫുള്ളായിട്ടുള്ള ഗുഡ് വ്യൂവിലും, പിന്നെ അതേമാതിരി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് അറ്റ്മോസ്ഫിയറിലുള്ള ഏരിയയിലായിരിക്കും എൻ്റെ സ്റ്റാർട്ടപ്പ് ഞാൻ തുടങ്ങുക. പിന്നെ അതേമാതിരിയുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുത്തുകൊണ്ട്, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റുകളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവരിഷ്ടപ്പെടുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതിനെ ഇമ്പോർട്ടൻ്റ് നൽകിക്കൊണ്ട് മാത്രമേ എൻ്റെ ഓരോ സ്റ്റാർട്ടപ്പും ഞാൻ സെറ്റ് ചെയ്യുള്ളൂ. അതേമാതിരി നമ്മൾ ഒരിക്കലും നേച്ചറിനെ ഡാമേജ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഒരിക്കലും ഞാൻ തുടങ്ങില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം എനിക്ക് ഞാൻ പഠിച്ചത്തോളം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള തലമുറ അതെങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഞാനത് ഫുള്ളായി പഠിച്ചിട്ടും ഇനി വരുന്ന ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്ഫുള്ളായിട്ടുള്ള ബിസിനസ് രീതി ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്യും, അത്രയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ, അവിടെ എന്നെ പഠിപ്പിച്ച വേറൊരു സാറ് പറഞ്ഞത് വെച്ചിട്ടുള്ള പുറമേ ഉള്ള ഏരിയയിൽ പോയി നോക്കണം. മുംബൈ അങ്ങനെയുള്ള ഏരിയകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള എല്ലാ ഫാമിലീസിലും ഒരു ബിസിനസ് സ്റ്റാർട്ടിങ് നമ്മൾ +2 കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ തുടങ്ങുന്ന ഒരു രീതിയാണ് മുംബൈയിലും അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യക്കും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളത്. ഓക്കെ, അത്രയും. അപ്പോൾ അതേമാതിരി എനിക്ക് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റഡി പർപ്പസ് കഴിഞ്ഞത് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നാണ്. പിന്നെ ഞാനത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഒരു ചെറിയൊരു കോഫി ഷോപ്പ് മാതിരിയുള്ളത് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ച്. ഇനിയിപ്പോൾ എന്തായാലും സ്വന്തമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങണം. ഓക്കെ, അപ്പോൾ മാക്സിമം അത് തുടങ്ങിയതിന് ശേഷം പിന്നെ എൻ്റെ വീഡിയോസ് ഇതാവാം. പിന്നെ അതുവരെ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എനിക്കറിയാവുന്ന റെസ്റ്റോറൻറ്റുകളിനെയൊക്കെ പ്രൊമോഷൻ ചെയ്യാം. അതേമാതിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയൊക്കെ കണക്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഡൺ, സൂപ്പർ.